പെന്തക്കോസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ താലിമാല അടക്കമുള്ള ആഭരണങ്ങൾ അടിച്ചു മാറ്റിയ പാസ്റ്ററുടെ കഥ. എന്താ പറയാ? ആഭരണം ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തർക്കിച്ച പാസ്റ്ററുടെ കഥ. മകന്റെ കല്യാണത്തിന് മോതിരം കൈമാറിയതിന് ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോയ രണ്ട് പാസ്റ്റർമാരുടെ കഥ. വിശ്വസ്തനായിരുന്ന പാസ്റ്റർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് കാശ് നഷ്ടപ്പെട്ട വിശ്വാസിയുടെ കഥ. കാണാം ടേണിംഗ് പോയിന്റ് വിത്ത് ബിന്നി പി ജോൺ. ഗ്ലോറിയസ് ഗോസ്പൽ, ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും ടേണിംഗ് പോയിന്റ് വിത്ത് ബിന്നി പി ജോൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പെന്തക്കോസ്ത് കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് മാതൃസഭയിലേക്ക് മടങ്ങി വന്നവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണ് ടേണിംഗ് പോയിന്റ്. ഈ പ്രോഗ്രാം ഇതിനോടകം ഒരുപാട് പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി. കൂടുതൽ ആളുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വിജയകരമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മളോട് കൂടെ പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് കൾട്ട് ഗ്രൂപ്പിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിയ ഒരാളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് പൗലോസ് എന്നാണ്. അച്ചായനെ ഞാൻ ടേണിംഗ് പോയിന്റ് വിത്ത് ബിന്നി പി ജോൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ജോസഫ് അച്ഛ. ഗ്ലോറിയസ് ഗോസ്പലിന് പേരിലുള്ള സ്വാഗതം അറിയിക്കുകയാണ് ജോസഫ് അച്ഛ. അച്ഛ, നമുക്ക് പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ നിന്ന്, പെന്തക്കോസ്ത് ഒരു വിഭാഗത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്ന അച്ചായനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ചായനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോസഫ് പൗലോസ്. ഞാന് എൻ്റെ ശരിക്കും തറവാടൊക്കെ പെരുമ്പാവൂരാണ്. എൻ്റെ പിതാവ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ കുടിയേറ്റ മേഖലയിലേക്ക് പോവുകയും അവിടെ ഞങ്ങള് താമസം ഉറപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നോടെ ഞങ്ങളുടെ പരമ്പരാഗത ഞങ്ങളുടെ ചർച്ച് യാക്കോബൈസ് ചർച്ച് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് കത്തോലിക്ക സഭയായിട്ടാണ് കൂടുതലൊന്ന് ബന്ധപ്പെടാൻ പറ്റിയത്. കാരണം അവിടെ അന്ന് ഓർത്തഡോക്സ് ചർച്ചുകളോ ഒന്നും ലഭ്യമായിരുന്നില്ല. പിന്നീട് യാക്കോബൈസ് സഭ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ യാക്കോബൈസ് സഭയിൽ അംഗമായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 10-20 വയസ്സുള്ളപ്പോൾ ഞാൻ സെൻട്രൽ പോലീസ് ആംഡ് ഫോഴ്സിൽ ജോലി കിട്ടി. ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോയി. വടക്കേ ഇന്ത്യയിലേക്ക് പോയി വർഷങ്ങൾ, ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ വടക്കേ ഇന്ത്യയിലാണ് ജോലി ചെയ്ത് 90s ഞാൻ കേരളത്തിൽ തിരിച്ചെത്തി. കൊച്ചിയിലേക്ക് ഞാൻ വന്നു. അതിനുശേഷം കൊച്ചിയിലുള്ള അമ്പലമുകളിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. പോലീസ് ജോലി ഞാൻ രാജിവെച്ചാണ് അവിടെ ജോയിൻ ചെയ്തത്. ഇന്ന് ഞാൻ എറണാകുളത്ത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഞാനിവിടെ സെറ്റിലായി. ജോലിയിൽ നിന്ന് ഇപ്പം ഞാൻ റിട്ടയർ ആയ ആളാണ്. ഞാനിപ്പം ഇവിടെ സെറ്റിലായി. ഞാൻ ഇവിടെ ജീവിക്കുന്നത് എറണാകുളത്ത് തന്നെ സെറ്റിലായിരിക്കുകയാണ്. പിന്നെ എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും വിവാഹിതരാണ്. 3 പേരക്കുട്ടികൾ എനിക്കുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് ഇന്ന് ഇവിടെ ജീവിക്കുന്നു. ഒപ്പം ഞാൻ നിലവിൽ സീറോ മലബാർ ചർച്ചുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഞാൻ ഉള്ളത്. കത്തോലിക്ക വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഓക്കെ, അപ്പൊ വളരെ നല്ലൊരു പ്രൊഫൈലുള്ള ഒരു ആളാണ്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക്, കാരണം ആംഡ് ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഒരു പോലീസ് ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ പെന്തക്കോസിലുണ്ടായ അനുഭവം എന്തായാലും തകർക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചിലത് ആ ഒരു വിഷയത്തിൽ, കാരണം അത്തരത്തിലുള്ള ഒരു ജോലി മേഖലയിലുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിൽ ഫിറ്റ് ആകും എന്നൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട് എന്തായാലും. അപ്പൊ ജോസഫ്
എങ്ങനെയാണ് പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോകുന്നത്? ഫാമിലി ആയിട്ട് പോയതാണോ, അതോ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടായ അനുഭവത്തില്, അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു സാഹചര്യം, എങ്ങനെയാണ് പെന്തക്കോസിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത്? ഞാൻ എൻ്റെ സർവീസ് വടക്കേ ഇന്ത്യയിൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ 3 സ്റ്റേറ്റിലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ. ഈ 3 സ്റ്റേറ്റ് ആയിരുന്നു എൻ്റെ ജോലി സ്ഥലം. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടം, ആ ചെറുപ്പ കാലഘട്ടങ്ങളിലെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ചർച്ചുകളോ പള്ളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വല്ലപ്പോഴും അവിടെ കാത്തലിക് ചർച്ച്, ഹിന്ദിയിലുള്ള കാത്തലിക് കുർബാനയ്ക്കോ അതിനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തറയാണ് ഞാൻ താമസം തുടങ്ങിയത്, തൃപ്പൂണിത്തറ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തൃപ്പൂണിത്തറ നിങ്ങൾക്കറിയാം, അവിടുത്തെ ഏറ്റവും വലിയ യാക്കോബ പള്ളിയാണ് കരിങ്ങാച്ചിറ സെന്റ് ജോർജ് ചർച്ച്. ഈ ചർച്ചുമായിട്ട് പള്ളിയിൽ പോകും. എൻ്റെ കുട്ടികളെ സൺഡേ സ്കൂളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. എൻ്റെ ഫാദറിനെ അടക്കിയേക്കുന്നതും മരിച്ചപ്പോൾ അടക്കിയതൊക്കെ ആ പള്ളിയിലാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു കുറച്ചുകൂടെ ദൂരെ, അവിടുന്ന് കുറച്ചുകൂടെ ദൂരെ മാറിയിട്ട് കോളഞ്ചേരിക്ക് അടുത്ത് ഞാനൊരു വീട് വെക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ വീടൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പണിത് എല്ലാം ചെറിയൊരു, നമുക്കറിയാലോ ഒരു വീട് വെക്കുമ്പോൾ നോർമലി നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരിക സാധാരണമാണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ അത്ര പള്ളിയായിട്ടൊന്നും അത്രയ്ക്ക് അങ്ങനെ അടുത്ത് ബന്ധപ്പെടുന്നില്ല. അതേസമയം എൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോവുകയും കുട്ടികളെ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ ഒരു കുഴപ്പം പറ്റില്ല, സാധാ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് 1-2 വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. അതില് ഒന്ന് ചിലപ്പോൾ ബെന്നി അറിയുന്ന ഒരാളായിരിക്കും, ഒരു ഫിന്നി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പെന്തക്കോസ്തില് പാട്ടുകളൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ്. വളരെ അടുത്ത്, വളരെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. അതെ, അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ സേവിയർ ജെയിംസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റർ, അദ്ദേഹം ഒരു ബാങ്ക് മാനേജറായിരുന്നു, ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറായിരുന്നു. ഇവരന്ന് വളഞ്ഞമ്പലം IPCയിൽ ചർച്ച് മെമ്പർമാരെ ഇവർ 2 പേരും. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവരുടെ വീടിനോട് ചേർന്ന്, അതായത് ഞാൻ താമസിച്ചിരിക്കുന്ന ടൗൺഷിപ്പിന്റെ കുറച്ച് ദൂരം മാറിയിട്ട് അവർക്കൊരു വീട്ടിൽ തന്നെ അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ സ്ഥിരം വിളിക്കും, വീട്ടിലേക്ക് പോവാം, അച്ഛൻ വീട്ടിലേക്ക് പോവാം, നമുക്ക് പ്രാർത്ഥിക്കും, അതാണ് ഇതാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വിളിക്കുകയായിരുന്നു. അപ്പൊ ഞാനത് അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല, ഒരു തമാശ പോലെ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കോളഞ്ചേരിയിലേക്ക് വന്നു. അപ്പൊ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് പരിചയക്കാരാരുമില്ല, അത്ര വലിയ ബന്ധങ്ങളൊന്നും എനിക്ക് ഇവിടെ ഇല്ല. കാരണം ഞാൻ കണ്ണൂരുകാരനാണ്. 10 വർഷം ഞാൻ വടക്കേന്ത്യയിൽ താമസിച്ചു. അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള അധികം പരിചയങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കണ്ടുമുട്ടുന്ന 1-2 വ്യക്തികൾ, ഇപ്പൊ ഫിന്നി ആയാലും സേവിയർ ജെയിംസ് ആയാലും, അപ്പൊ നമ്മളൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചു അവരുമായിട്ട്. പക്ഷെ അവരിങ്ങനെ നമ്മളെ കുടുക്കിക്കൊണ്ട് ചാടിക്കും നമുക്കൊരിക്കലും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇവരുമായിട്ട് നമ്മൾ സ്നേഹത്തിൽ പോയി. ഞാനിവിടെ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയ സമയത്ത് ആ കാലഘട്ടത്തിലാണ്, ഒരു 98 കാലഘട്ടത്തില്, 97-98 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്തത് വേറൊരു ചങ്ങാതി എന്നോട് പറഞ്ഞു, നമുക്കൊരു ധ്യാനം കൂടാം, മുരിങ്ങൂര് ഭയങ്കര ഇതാണ്, ഫേമസ് ആണ്, നമുക്കൊരു ദിവസം പോവാം, അവിടെയൊക്കെ കണ്ടുവരാം, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ഒരാഴ്ച അവിടെ സ്റ്റേ ചെയ്തു, തിരിച്ചു പോന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു POC ബൈബിള് ഞാൻ മേടിക്കുന്നത്. ഈ POC ബൈബിള് മേടിച്ച് ഞാൻ ഈ ബൈബിള് വായിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ദിവസം വായിക്കും. പിന്നെ കുറെ സ്റ്റഡി എന്നുള്ള രീതിയിൽ കുറെ സമയം ബൈബിള് നോക്കാൻ തുടങ്ങി. ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അതിനോട് തോന്നും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ ഈ മുരിങ്ങൂര് ധ്യാനത്തിന് പോയ ആൾക്കാരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ ഒരു വീട്ടിൽ വെച്ച് സംഘടിപ്പിക്കും. അപ്പൊ ഞാനും അതിന് പോകും. ചിലപ്പോൾ വൈഫിനെ കൂട്ടിയിട്ടൊക്കെ പോകും, കുടുംബമായിട്ട് ഞങ്ങൾ പോകും, പ്രാർത്ഥിക്കും. അപ്പൊ അത് നമുക്കൊരു സന്തോഷമായിട്ട് തോന്നി. കാര്യങ്ങൾ അവിടെ അതെല്ലാം കാത്തലിക്സിന്റെ ഇതായിരുന്നു, കാത്തലിക്സ് രീതിയിലുള്ളതാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനെ നയിച്ചിരുന്ന ലീഡർ ഇദ്ദേഹം എങ്ങനെയോ പെന്തക്കോസ്തിന്റെ
ഇതിലേക്കും കടന്നുപോയി. കടന്നുപോയി കഴിഞ്ഞിട്ട് ഇയാള് ഈ ബൈബിള് പഠിപ്പിക്കുന്ന രീതി മാറി. നമ്മളോട് നിങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ തെറ്റായ ഉപദേശങ്ങളാണ്, നമ്മളുടെ ആ സാധാരണ രീതി മാറ്റി ഈ പെന്തിക്കോസ്തിന്റെ ഐഡിയോളജി നമ്മളിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾപ്പിച്ച് അപ്പം നമ്മൾ യഥാർത്ഥത്തില് ഒരു കടുത്ത വിശ്വാസി, ഒരു യാക്കോബായക്കാരനോ കത്തോലിക്കനോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഈ കേൾക്കുമ്പോൾ ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇവര് പറയുന്നതിൽ സത്യമുണ്ടെന്നുള്ള ആ തോന്നല്, പ്രത്യേകിച്ചും ബൈബിൾ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് അമ്മാനമാരിക്കൊണ്ട് അതങ്ങനെയാണ്, ഓരോന്നിനും ഓരോന്നും തെളിവുകള് നിരത്തി ഇവര് പറയാൻ തുടങ്ങിയപ്പോ നമ്മള് ആ ഒരു അതിലേക്ക് അങ്ങ് വിശ്വസിക്കുന്ന തരത്തിലങ്ങും ആയിപ്പോയി. അപ്പം അതുകൂടാതെ എന്റെ സുഹൃത്ത് ഈ പിന്നെയും സേവ്യർ ജെയിംസ്, ഇവർ രണ്ടുപേരും ഇടയ്ക്ക് എന്നെ വിളിക്കും, ഇടയ്ക്ക് എന്നെ കാണാൻ വരും. ഇങ്ങനെ ആ ഒരു പരിചയം പുതുക്കി. അപ്പൊ ഒരു ദിവസം ഇവർ തന്നെ ഈ വളഞ്ഞമ്പലം IPC നമ്മുടെ സൗത്ത് ഓവർബ്രിഡ്ജിന്റെ താഴെയുള്ള ആ ചർച്ചില് 2000 വർഷമാണ്. 2001 മറ്റാണ്, ആ വർഷത്തെ മറ്റാണ് ഞാൻ കൂടിക്കൊണ്ടിരുന്ന സഭയുടെ സെൻട്രൽ ചർച്ചാണ് വളഞ്ഞമ്പലം. അതെയോ? അപ്പൊ അവിടെ കൊണ്ടുപോയി അവിടെ നമ്മള് അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അപ്പൊ നമുക്ക് കുറെ ദൂതുകളൊക്കെ അന്ന് കിട്ടി, കുറെ ദൂതുകളാണ് വരുന്നത് നമുക്ക്. അപ്പൊ ഞാനാണെങ്കിൽ ആ സമയത്ത് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കടഭാരത്തിലൊക്കെ ഇരിക്കുക. അപ്പൊ ഈ ദൂതുകളൊക്കെ എനിക്ക് അനുകൂലമായിട്ടുള്ള കുറെ ദൂതുകളാണ് വരുന്നത്. കടം മാറും, അതാവും ഇതാവും, അനുഗ്രഹിക്കും, അത് ചെയ്തു. ശരിക്കും എനിക്ക് തോന്നുന്നു ഇവര് പറഞ്ഞിട്ട് തന്നെ പറയിപ്പിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ സംശയിക്കുന്നു. പക്ഷെ അന്ന് ഇങ്ങനെയൊക്കെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ വളരെയധികം ഈ പെന്തക്കോസ്തിന്റെ ഭാഷയെ പറഞ്ഞ അങ്ങ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന രീതിയിൽ ആ ദൂതുകളൊക്കെ അങ്ങ് ഏറ്റെടുത്തു. അപ്പം അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ പൊതുവെ ഈ ഞാൻ താമസിക്കുന്ന സ്ഥലം യാക്കോബായ സെന്ററാണ്. യാക്കോബായ പാത്രികയുടെ സെന്റർ അടക്കമുള്ള മെയിൻ കേന്ദ്രമാണിത്. ഇവിടെ പെന്തക്കോസ്തുകാര് ഉണ്ട്, അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പുതിയൊരു പ്രവർത്തനം ഒരു പാസ്റ്റർ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ ഈ പിന്നെയൊക്കെ നിർബന്ധിച്ച് അച്ഛനെ ഇനിയും പള്ളിയിലൊക്കെ പോയിട്ട് എന്താ കാര്യം, ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഈ പള്ളിയിൽ കൊണ്ട് നമ്മളെ അവിടെ അങ്ങ് സെറ്റാക്കിയിട്ട് അവിടുത്തെ പാസ്റ്റർക്കാണ് വലിയ സന്തോഷം. പുള്ളിയുടെ ആദ്യത്തെ അര ഞാനായിരുന്നു. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, സന്തോഷമായി. പുള്ളി എന്നെ പിടിച്ച് കുറെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്നാനപ്പെടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ സ്നാനപ്പെടുത്തി. അപ്പൊ ഞാനും വൈഫും എന്റെ കുട്ടികളൊന്ന് വൈഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ? വൈഫ് പൊതുവെ നമ്മളോട് ഒരു കൂടെ നിൽക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും. ഞാൻ എന്ത് പറയുന്നു ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് എതിർപ്പുകളൊന്നും വന്നില്ല. പെട്ടെന്ന് അവരതിനെ സമ്മതിച്ചു. അപ്പൊ സ്നാനപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ഒരു ദിവസം ഞങ്ങൾ മക്കളുടെ പ്രതികരണം ഹൈസ്കൂൾ പ്രായമൊക്കെ ഉള്ള മക്കള് ആ സമയത്ത് ഉണ്ടാവുമല്ലോ എന്തായാലും. മകന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ എതിർപ്പുണ്ടെങ്കിലും പുള്ളി അങ്ങ് സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവന് ഇതിനെ കുറിച്ചും കൂടുതൽ ബോധ്യവാനായിരുന്നില്ല, ഇതിനെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷെ പിന്നീട് പിള്ളേർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി. അപ്പൊ ഏതായാലും ഈ ഒരു ചർച്ച അതിലൊരു 5-8 കുടുംബമായി സംഭവമൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ പാസ്റ്റർ ലേശം തരികിടയുള്ള പാസ്റ്ററായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് ഈ IPCയുടെ ഇതിൽ തുടങ്ങിയെങ്കിലും പുള്ളി എവിടുന്നോ 2 സ്ഥലത്തുനിന്നും കൂടെ ഈ സഭയെ കാണിച്ചുകൊണ്ട് പുള്ളി പൈസ മേടിക്കാൻ തുടങ്ങി. ഒരു കോട്ടയം സൈഡിൽ നിന്നുള്ള ഏതോ ഒരു സഭയും പിന്നെ അമേരിക്കയിൽ നിന്നുള്ള വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്നും 2 സഭയിൽ നിന്നും പൈസ മേടിക്കും. പിന്നെ IPCയുടെ സപ്പോർട്ട് മേടിക്കും. ഇങ്ങനെ സപ്പോർട്ടൊക്കെ മേടിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഇത് വടവുകോട് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. നമ്മളെ ഈ ഇവിടുന്ന്
പുത്തൻകുരിശിയിൽ നിന്ന് കിഴക്കുമ്പോഴത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണത്. മനസ്സിലായി. അപ്പൊ അതൊരു വലിയ പ്രശ്നമായി. പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് എന്തോ എൻക്വയറിക്കൊക്കെ ആൾക്കാർ വന്നു, നമ്മളോടൊക്കെ ചോദിച്ചു. അപ്പം നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ സഭ തല്ലി പിരിഞ്ഞങ്ങ് പോയി. അപ്പം നമ്മള് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഒരു ഇതായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എവിടെയെങ്കിലും നമുക്ക് ആരാധനയ്ക്കൊക്കെ പോകണമല്ലോ. ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ ഈ യാക്കോബായ പള്ളിയിലൊക്കെ ഭയങ്കര വഴക്ക് നടക്കുന്ന സമയമാണ്. അങ്ങോട്ട് പോകാനൊരു മടിയും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് വേറൊരു പാസ്റ്റർ ഇവിടെ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ഈ പുത്തൻകുരിശി ടൗണിൽ തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിലേക്ക് ഞങ്ങൾ ജസ്റ്റ് മാറി. അതായത് ഈ AG ആയിട്ട് ബന്ധപ്പെട്ട് അതിനോട് എന്നാൽ AG തൊട്ടല്ല താനും ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി തുടങ്ങി. പോയ സമയത്തൊക്കെ വളരെ സന്തോഷം, തുടക്കത്തിലൊക്കെ വലിയ സന്തോഷമായിരുന്നു. മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പ്രത്യേകിച്ച് മൂത്ത മകന്, അവൻ 10-15 വയസ്സ് ഒക്കെയുള്ള ആ സമയം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരിയൊന്നും ഒക്കെ. അതുപോലെ തന്നെ ഈ ആ സമയത്ത് TV കാണുക, TV-യിൽ സിനിമ കാണാനൊക്കെ ഇവരൊരു റെസ്ട്രിക്ഷൻസ് ഈ പാസ്റ്റർമാര് വളരെയധികം ഇതൊക്കെ വെച്ചിരുന്നു. അതുപോലെ ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പാസ്റ്റർമാരൊരു വിസിറ്റ്, വീട്ടിൽ കൂടെ ഒരു വിസിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളതൊക്കെ ആത്മീയത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുത്തത്. ആ സമയത്തൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു സഭയിൽ കിട്ടേണ്ട വലിയ കാര്യങ്ങളൊന്നും നമുക്കില്ല. മറ്റുള്ള സഭകളിൽ കിട്ടേണ്ട ഒരു ആത്മീയ കാര്യങ്ങളൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുമില്ല. കാര്യങ്ങളിങ്ങനെ സ്മൂത്തായിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഈ സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ ബൈബിൾ ഞാൻ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും POC ബൈബിളിൽ നിന്ന് മാറി സത്യവേദ പുസ്തകത്തിലേക്ക് മാറി. സത്യവേദ പുസ്തകം വായിച്ച് പലതവണ വായിച്ചു. അതിന്റെ ഇന്നത്തെ പെന്തിക്കോസ്തുകാർ ചെയ്യുന്ന മാതിരി നമ്മൾ അതിന്റെ കാണാപ്പാഠം പഠിക്കേണ്ട ഭാഗങ്ങൾ കാണാപ്പാഠം വായിക്കാൻ പാടില്ലാത്ത ഭാഗം വായിക്കാതെ വിടുകയും എല്ലാം ചെയ്ത് നമ്മൾ പള്ളിയിലെ ഒരു ശുശ്രൂഷകനായിട്ട് മാറി ആ കാലഘട്ടത്തിൽ. അപ്പൊ പള്ളിയിൽ ഞാൻ വചനം പ്രസംഗിക്കും. പ്രബോധനമുണ്ട്. പാസ്റ്ററില്ലാത്ത സമയത്ത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ വന്ന കാര്യങ്ങൾ. പക്ഷെ വീണ്ടും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളിങ്ങനെ വളർന്നു വരുന്നു. നമ്മുടെ മറ്റു വീട്ടുകാർ, നമ്മുടെ സ്വന്തക്കാരൊക്കെ ഇവിടെയുണ്ട്, പെരുമ്പാവൂരുണ്ട്, അതുപോലെ കണ്ണൂർ ഉണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ ആഭരണം ഇടാതൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പം വൈഫിന് അത് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങി. വൈഫ് എന്ന് പറഞ്ഞാല് എൻ്റെ വൈഫ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നത്. പുള്ളിക്കാരത്തിലെ ഒരു ബ്രദറ്, താഴെയുള്ള ബ്രദറ്, പുള്ളി പള്ളിയിൽ ബാംഗ്ലൂര് സെമിനാരി പഠിച്ചു. പുള്ളി ഒരു കത്തോലിക്ക വൈദികനായിട്ട് മാറുകയും ചെയ്തു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ കുടുംബ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ഐഡന്റിറ്റി ആയിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ആഭരണം ഇടാണ്ട് കടന്ന് നമ്മളങ്ങ് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുക, അതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പം ഞാൻ ഈ ആഭരണത്തെക്കുറിച്ചുള്ള ചില സ്റ്റഡി കുറച്ചുകൂടെ കൂടുതലായിട്ട് ഞാൻ നടത്തി കഴിഞ്ഞ് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഈ ആഭരണ വർജനം എന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ കുറെ കാര്യങ്ങൾ ബൈബിൾക്കായിട്ട് നോക്കി. പക്ഷെ അതിലൊക്കെ ഇപ്പം നമ്മളെ ലേഖനത്തിൽ പറയുന്നതായാലും പഴയ നിയമത്തിൽ പറയുന്നതായാലും ഇതൊന്നും ഒരു സത്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് വചനപ്രകാരം അങ്ങനെ ഒരു ഉപദേശം അത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കി ഞാനിതിനെക്കുറിച്ച് കുറെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പെന്തക്കോസ്തുകാര് ആഭരണം ധരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂര് MA വർഗീസ് പാസ്റ്ററിന്റെ ചർച്ചിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആഭരണം ധരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആൻസൺ പാസ്റ്റർ ഉണ്ട്, പുള്ളിയുടെ മകനല്ല, പുള്ളിയുടെ ശിഷ്യനാണെന്ന് തോന്നുന്നു ആൻസൺ. അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഇവരുടെ ചർച്ചിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആഭരണം ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തോന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ ഞങ്ങൾ ഈ പെന്തക്കോസ്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആദ്യത്തെ
പാസ്റ്റർ, ഞാൻ പറഞ്ഞില്ല ആദ്യം ഫസ്റ്റ് ബന്ധപ്പെട്ട പാസ്റ്റർ, ആ പുള്ളി എന്ത് ചെയ്തെച്ചാല് നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അങ്ങ് ഊരി മേടിച്ചു. പുള്ളി പറഞ്ഞു ഇതൊക്കെ പണ്ട് ഈ നമ്മുടെ അനന്യാസും സഫിയ ഇവരൊക്കെ ചെയ്തില്ലേ ആ നമ്മുടെ പഴയ നിയമത്തില്. അപ്പൊ അത് എല്ലാം പുള്ളിയാണോ മേടിച്ചത്? പൊതുവായിട്ടുള്ളതും പറഞ്ഞ് പുള്ളി സ്വന്തം കയ്യിലോട്ട് മേടിച്ചോ? പുള്ളിയെ മേടിച്ചു. നിങ്ങൾ അപ്പൊ ഞങ്ങളത് കൊടുക്കും. വലിയ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വീട് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ആ വലിയ ആഭരണം പുള്ളിക്ക് കൈയേറ്റമൊന്നും കൊടുത്തു, ഉണ്ടായിരുന്നില്ല. താലിയും കൊടുത്തു, താലി അടക്കം കൊടുക്കും, എല്ലാ സാധനവും താലി കൊടുക്കും. അടക്കം കൊടുത്തു ആ പാസ്റ്റർക്കോ? അത് ശരി. അപ്പൊ നമ്മള് പുള്ളി മണ്ടത്തരം നേരത്തെ പറഞ്ഞത് ഉടായ്പല്ല, ഉടായ്പിന്റെ ഉസ്താദാണ് പുള്ളി. അതെല്ലാം കൊടുത്ത് പുള്ളി അതെല്ലാം വിറ്റ് കാശാക്കി അതൊക്കെ പുട്ടടിച്ചു. അപ്പം ഞാനത് ഈ ഒരു സ്റ്റഡി, ഈ ഉപദേശം തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും 4-5 വർഷം പിന്നിട്ട് പോയായിരുന്നു. ഞാൻ ഉടനെ തന്നെ വൈഫിന് ഒരു മാല, കമ്മല് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇനി പുറത്തല്ല എവിടെ പോണെങ്കിലും ഈ ആഭരണം ധരിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആഭരണം ധരിച്ച് എടുക്കാൻ തുടങ്ങി. അപ്പൊ അത് ഞങ്ങളുടെ ഈ ചർച്ചിന്റെ ഉള്ളില് വലിയൊരു സംസാര വിഷയമായിട്ട് മാറി. അത് അച്ഛനൊരു പ്രബോധിപ്പിക്കുന്ന ഒരാളുമാണ്, പ്രബോധിപ്പിക്കുന്ന ആളുടെ ഭാര്യ ആഭരണം ഇടുന്നു. അതെ. അത് വലിയൊരു ഇഷ്യൂ ആയി മാറി. അപ്പം ആദ്യം തന്നെ പാസ്റ്റർക്ക് നമ്മളോട് ഒരു വിദ്വേഷം അന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു വാക്യമില്ല. നമുക്ക് അതിനുള്ള വചനം ബൈബിളിന് കാണിച്ചു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു മാറ്റിക്കാം. അപ്പൊ ഇങ്ങനൊരു വചനം ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഒരു സമൂഹ ജീവിയാണ്, നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒരു സൊസൈറ്റിക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ മാനക്കേടുകളുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ അവർ അതിനെക്കുറിച്ചൊന്നും സംസാരില്ല. പിന്നെ പുള്ളി ഒരു ഡിക്ലറേഷൻ നടത്തി, ചർച്ചിൽ ഒരു ഡിക്ലറേഷൻ നടത്തി, ഇനി ആർക്കെങ്കിലും ധരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ ചില കണക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ പറയുന്നു. ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ഓക്കെ, ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു ദൈവത്തോട് കണക്ക് പറയണം നമുക്ക് പറയാം, കാരണം ബൈബിളിൽ വാക്യമില്ലല്ലോ അതിന്. ആ രീതിയിലൊരു വാക്യം, കാരണം ധരിക്കരുതെന്നുള്ള ഒരു വാക്യം ബൈബിളിൽ കാണിച്ചു തരാൻ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ. അപ്പം ആ സമയത്ത് കർത്തൃമേശ കിട്ടുമായിരുന്നു ആഭരണം ഇടുമ്പോ? എന്തായാലും കർത്തൃമേശ തരാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് ഞാൻ ആ ചർച്ചില് ലേശം എന്താ പറയുന്നത്, ലേശം ഏണിങ്സ് കൂടുതലുള്ള ആൾ ഞാനാണ്. ഏണിങ്സ് കൂടുതലുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്, കാരണം പാസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ആളാണ്. അപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫയർ എഞ്ചിനീയർ ആണ്. നമുക്ക് സാലറി ഒക്കെ മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ല നല്ല സാലറി പെർക്സ് ഉണ്ട്. അപ്പം നല്ലൊരു വരുമാനം കൃത്യമായി ദശാംശമൊക്കെ നല്ലപോലെ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഏണിങ്സ് ഉള്ള ചർച്ചാണ്. അത് മാത്രമല്ല, നമുക്ക് പല പല കാര്യത്തിലും നമ്മൾ കൈ കഴിഞ്ഞ് അങ്ങ് ചെയ്യാമല്ലോ. പെന്തക്കോസ്തുകാരൻ ദശാംശം മാത്രമല്ല, അല്ലാതെ കയ്യിൽ കൊടുക്കും. അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം അവർക്ക് നമ്മളോട് തന്നെ അത് ഇതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. ഇങ്ങനെ കാലങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയി. അപ്പം ഒരു 2008 തോന്നുന്നു, 2008 എനിക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി. അവിടെ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അത് കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്തിന്റെ പെട്ടെന്ന് അറിഞ്ഞ് അവിടെ ചെന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. ബൈപ്പാസ് സർജറി ചെയ്തു. ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്ത് എനിക്കാണ്ട് 90% ബ്ലോക്ക് ഉണ്ടായിരുന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ബൈപ്പാസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം ഞാൻ ഉഷാറായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവര് പറയാൻ തുടങ്ങി, ഞാൻ ഈ ചില ദൈവവചനത്തെയൊക്കെ ധിക്കരിച്ചതുകൊണ്ടാണ് എനിക്ക് അറ്റാക്ക് വന്നതെന്നുള്ള പറയാനുള്ള ഒരു ശ്രുതി. അതായത് ആഭരണവിഷയം തന്നെയാണ് പൊങ്ങി വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പൊക്കിക്കൊണ്ട് വന്നത്. അറ്റാക്ക് വന്നു. അപ്പൊ ഞാനിത് കേട്ടെങ്കിലും നമ്മളതിനെ അത്ര വലിയ ഇതായിട്ട് എടുത്തില്ല, വലിയ കാര്യമായിട്ട് നമ്മളതിനെ എടുത്തില്ല, പോട്ടെ. അപ്പൊ ഞാൻ ഇടയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് മിക്കവാറും ഉണ്ടാവുക. ഷിഫ്റ്റ് ആയതുകൊണ്ട് മിക്കവാറും ഞായറാഴ്ച ഒക്കെ ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് വരും, പകൽ ഷിഫ്റ്റ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയമായിരിക്കും. അപ്പം ഞാൻ പലപ്പോഴും ഈ ആരാധനയ്ക്ക് പോക്ക് നമ്മളങ്ങ്
കുറഞ്ഞു, എൻ്റെ ആ രീതിയൊക്കെ ഞാൻ കുറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരൊക്കെ, നമ്മുടെ കുട്ടികളൊക്കെ 2008 പിള്ളേരൊക്കെ വലുതായി. പിള്ളേരൊക്കെ ഡിഗ്രി കഴിഞ്ഞു. ഇളയാള് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലേക്ക് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ആ സമയത്താണ് എൻ്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ സമയത്ത് 2012 ആയപ്പോഴത്തേനും മോനവിടെ സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുക. മൂത്തയാള് പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ പെന്തക്കോസ്തിലേക്ക് പോയ ഒരു ഇത് കിട്ടി. ഇനി ഇപ്പൊ ഏകദേശം അച്ഛൻ പറഞ്ഞു വരുന്ന കഥ വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ ഇപ്പൊ പയ്യെ ആഭരണ വിഷയം എന്തായാലും വന്നു. അപ്പൊ ഇനി ഓരോ തിയോളജിക്കൽ വിഷയങ്ങൾ ഇനി വരാനുണ്ട്. അപ്പൊ ഞാൻ ഇനി അതൊരു ചോദ്യമായിട്ടാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുക. ഇപ്പൊ 2011 കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു 10 വർഷം കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റിലെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റ് വിടാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, അതുകൂടെ ഞാനൊരു ചോദ്യമായിട്ട് അങ്ങ് ചോദിച്ചേക്കാം. അപ്പൊ അച്ഛൻ അങ്ങ് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ കാലഘട്ടത്തില് 2012 ആയപ്പോഴത്തേനും മൂത്തയാളുടെ വിവാഹ സമയത്ത്, അപ്പം അവൻ കല്യാണം കഴിച്ചതെന്ന് വെച്ചാല് അവന്റെ കൂടെ തന്നെ പഠിച്ചൊരു കുട്ടി കാത്തലിക് സഭയിലുള്ള ഒരു കുട്ടിയായിരുന്നു. കാത്തലിക്, അവര് വയനാട്ടിലുള്ളതാണ്. അപ്പം വിവാഹം ഒക്കെ ഞങ്ങള് വീട്ടുകാർ തന്നെ ആലോചിച്ചു പോലെ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം വിവാഹത്തിന്റെ സമയത്ത് അവർക്കൊരു ഡിമാൻഡ്, അവരും നമ്മളെ പോലെ സെറ്റപ്പ് ഉള്ള ടീമാണ്. പക്ഷെ അവര് ഈ കുറച്ച് ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ പെന്തക്കോസ്താന്ന് പറഞ്ഞിട്ട് അവര് മകളെ കെട്ടിച്ചു തരാനുള്ള ഇത് കാണിച്ചു. അവര് ഇൻട്രസ്റ്റ് കാണിച്ചു. അവര് എതിർപ്പൊന്നും പറഞ്ഞില്ല. വിവാഹം നടക്കുന്ന സമയത്ത് അവർ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഈ സാധാരണ താലിയോ ഒന്നും കെട്ടുന്നില്ല, ഒരു വിവാഹ മോതിരമെങ്കിലും അണിയാനുള്ള ആ സമയത്ത് ഒരു കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മകൻ അതിനു മുമ്പ് ഈ മൂത്ത മകനും സിംഗപ്പൂരുണ്ടായിരുന്നു. അവനവിടെ ഒരു PG കോഴ്സ് ചെയ്തിട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മാസ്റ്ററുണ്ട്. ഈ തിരുവല്ലക്കാരനൊരു മാസ്റ്ററാണ്, ഈ ഫിന്നി സ്റ്റീഫൻ എന്നാണ്. അറിയായിരിക്കും അല്ലേ? ഫയർവിങ്സിലൊക്കെ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാസ്റ്റർ. അദ്ദേഹം ഇതൊക്കെ പേര് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു, ഞാൻ പറയുമ്പം പറഞ്ഞെന്ന് മാത്രം. അറിയട്ടെ, അവരെ പറ്റി കുറ്റമൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള പാസ്റ്റർമാരും ആയിരുന്നില്ല ഈ കല്യാണം നടത്തിയ. സ്റ്റേജില് നമ്മളെ പാസ്റ്ററൊക്കെ ഉണ്ട്, വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ മുഖ്യ കാർമ്മികൻ ഇദ്ദേഹമായിരുന്നു. കാരണം ഇദ്ദേഹം സിംഗപ്പൂർ പോവുകയും അവിടുന്ന് ഇവരുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തതിന്റെ പേരില് ഈ ഫിന്നി സ്റ്റീഫൻ അവിടുന്ന് വന്ന വഴിക്ക് ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹം നേരെ മാര്യേജ് നടന്ന ഹാളിലേക്ക് വന്നു. അവിടെ മാര്യേജ് നടത്തി കൊടുത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ ഒരു മോതിരം കൈമാറുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളി പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ അവസാന നിമിഷം ഈ പുള്ളി മോതിരം ചോദിച്ചു. മോതിരം രണ്ടുപേർക്കും മോതിരം കൊടുത്ത് രണ്ടുപേരും ആ സ്റ്റേജിൽ വെച്ച് തന്നെ മോതിരം കൈമാറി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് വലിയ പ്രശ്നമായി. അവിടെ വലിയ IPCയുടെ പാസ്റ്റർ, മറ്റുള്ള വലിയ ചർച്ച് ബോർഡിന്റെ പാസ്റ്റർ, അസംബ്ലീസ് ബോർഡിന്റെ പാസ്റ്റർമാര്, ഇവരൊക്കെയും കൂടി അങ്ങ് പ്രശ്നം തുടങ്ങി. ഇത് പെന്തക്കോസ്ത് സഭേനെ അപമാനിക്കുന്ന രീതിയാണ്, ഇതൊന്നും സഭയിൽ ഇങ്ങനെയൊക്കെ ആവാൻ പാടില്ല, ഇതൊക്കെ ആരാണ് ഇതിന്റെ ഉത്തരവാദി, വെഡിങ് റിംഗ് മാറിയെന്നാണ് ഈ പറയുന്നത്. അതെ. അപ്പോ തന്നെ AGയുടെ അമേരിക്കയിലുള്ള ആൾക്കാരെല്ലാം മോതിരം കൈമാറുന്ന ആൾക്കാരാണ് AG. പക്ഷെ എന്തോ ഇവിടെ നമ്മുടെ കേരളത്തിലെ അല്ല, ഇവിടുത്തെ സാഹചര്യം യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വിവാഹം സദ്യക്ക് പലരും ഇവര് മറ്റുള്ളവരില്ല, ഈ പാസ്റ്റർമാര് 1-2 പേര് പിണങ്ങി ഭക്ഷണം കഴിക്കാതെ പോയി. ഞങ്ങളുടെ സ്വന്തം പാസ്റ്റർ, സഭയിലെ പാസ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പുള്ളിയെ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പോയിട്ട്, ഞാനും ഭാര്യയും കൂടെ പോയിട്ട് പുള്ളീനെ കാല് പിടിച്ച് കൊണ്ടിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. എന്നിട്ട് പുള്ളി പല ഇതും പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ഭക്ഷണം കഴിച്ചു പോയി, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതായി. പക്ഷെ ഇവരുടെ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ദേഷ്യം എൻ്റെ മുകളിലോട്ട്, എന്നോടാണ് പ്രത്യേകിച്ചും ഇതായിട്ട് ഉള്ളത്. കാരണം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് മൊത്തം ഈ ഇത് നിങ്ങളൊരു തെറ്റായ ഒരു സന്ദേശമാണ് നിങ്ങൾ കൈമാറിയിരിക്കുന്നത്. അപ്പം ഈ അതോട് കൂടിയിട്ട് എൻ്റെ ഈ സഭയിലെ ശുശ്രൂഷ അവസാനിച്ചു. നമുക്ക് സഭയിൽ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ അതായത് ഇതിനൊന്നും വെക്കാറില്ല. മുടക്ക് കിട്ടി. മുടക്ക്, ആദ്യത്തെ മുടക്ക് അവിടെ കിട്ടി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എൻ്റെ ഇളയ മോഹൻ സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അവൻ അങ്ങോട്ട് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോയി. നമുക്കവിടെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ആ രീതിയിലുള്ള സെറ്റപ്പുകളാണ്. ഈ കാലങ്ങളിലൊക്കെ ഞാൻ പൊതുവെ നമ്മൾ ഈ സോഷ്യലായിട്ട് ഞാൻ ഒത്തിരി ബന്ധപ്പെടുന്ന ആളുകൾ. ഉദാഹരണത്തിന് ഞാൻ ഇവിടുത്തെ ലയൺസ് ക്ലബ്ബ് മെമ്പറാണ്. അതുപോലെ തന്നെ വൈസ്മാൻ ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒത്തിരി അസോസിയേഷനിലൊക്കെ ഞാൻ ഭാരവാഹിയാണ്. ഈവൻ ഞാൻ ഇവിടുത്തെ റെസിഡൻസിന്റെ പോലും ഇപ്പോഴും ഞാൻ സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പോൾ ഒത്തിരി ചാരിറ്റബിൾ സംഘടനകളായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ് എപ്പോഴും പറയുക. അപ്പം ഈ പെന്തക്കോസ്തിൽ നിൽക്കുന്ന കാലത്ത് പലരും ഇവര് പറയുന്ന, ഈ പാസ്റ്റർമാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ അങ്ങനെ ആ രീതിയിൽ സഹായിക്കുന്നത്? നമ്മുടെ ലേബലിൽ നിങ്ങൾക്ക് സഹായിച്ചൂടെ? ഉള്ളതൊക്കെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത്. നിങ്ങളതൊക്കെ കൊണ്ട് അവിടെ സഹായിച്ചു, ഇവിടെ സഹായിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് പുറത്തു പറയേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ദശാംശത്തിന്റെ അപ്പുറത്തു നിന്നുള്ള തുക എടുത്ത് നമ്മളിങ്ങനെയുള്ള ചെലവുകളൊക്കെ നടത്തുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തുകയോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ വേറൊരാൾ കടന്നു വരികയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പ്രശ്നങ്ങളുമാണ്. അപ്പൊ ഞാൻ ഈ എക്സ് സർവീസ് ആയതുകൊണ്ട് എനിക്ക് കുപ്പി കിട്ടും. എനിക്ക് ബോട്ടിലുണ്ട്. മാസം ഒരു 6 കുപ്പി. ഞാൻ കുറെ കാലം മേടിക്കാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മേടിക്കാറില്ല, ഞാൻ കഴിക്കാറുമില്ല, ഞാൻ മേടിക്കാറുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ ലയൻസിലും ഇതിലൊക്കെ വൈസ്മാനിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സ് അവർ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹാപ്പി അവേഴ്സ് ഉണ്ട്. ഈ ഹാപ്പി അവേഴ്സിൽ അവർ മദ്യപിക്കും. നമ്മൾ അവിടുന്ന് ജസ്റ്റ് മാറി വയ്ക്കും. അവരുടെ എന്തെങ്കിലും ടച്ചിങ്സ് ഒക്കെ എടുത്ത് കഴിക്കുക, അല്ലാണ്ട് നമ്മൾ മദ്യമൊന്നും കഴിക്കാറൊന്നുമില്ല. അപ്പൊ ഇത് ആരോ ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് അവിടെ കൊടുത്തു. ഇദ്ദേഹം അവിടെ ഈ ഇതില് മദ്യപിക്കുന്നു പറഞ്ഞില്ല, പാർട്ടികളിലുണ്ട്. അത് ഞാനും ബന്ധുക്കളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട്, ഇപ്പൊ കോർപ്പറേറ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടീം മീറ്റിംഗിന്റെ സമയത്ത് നമ്മളും, അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിക്സർ, അല്ലെങ്കിൽ പെപ്സി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാരി തിന്നാത്തുള്ളതൊക്കെയാണ്. അല്ലാതെ ഇപ്പൊ സാധാരണ ചില 1-2 മാസം കൂടുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഫാമിലി മീറ്റ് വരിക. മീറ്റ് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവര് ഈ ജെൻസ് കഴിക്കുന്നവരൊക്കെ പോയിട്ട് അവിടെ റൂമിൽ നിന്ന് കഴിക്കും. വേറെ റൂമുണ്ട്, അവിടെ പോയി കഴിക്കും. അത് കഴിഞ്ഞിട്ട് അവര് സാധാരണ പോലെ, അങ്ങനെ ഓവറായിട്ടൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താല്പര്യമില്ല, വിട്ട് നമ്മളായിട്ട് നിർബന്ധിക്കാറുമില്ല അവരങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഞങ്ങൾ മദ്യപിക്കാത്ത കുറച്ച് 5-6 പേരൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും. ഞങ്ങൾ മാറി നിൽക്കുകയുള്ളൂ. പക്ഷെ ഇതൊരു വലിയ കുറ്റമായിട്ട് എന്റെ മുകളിൽ വീണ്ടും ആരോപണം വന്നു. ഞാൻ ഈ മദ്യപിക്കുന്ന സദസ്സിൽ പോകുന്നു, അതുപോലെ തന്നെ ഞാൻ മദ്യം വാങ്ങുന്നു, എന്റെ കോട്ട വാങ്ങുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കോട്ട എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് തരുന്നതാണ്. ഈ കോട്ട വാങ്ങാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് ഉപയോഗിച്ചാലും ബൈബിള് മദ്യപിക്കുന്നതൊന്നും പറയുന്നൊന്നുമില്ല. മദ്യപാനി സ്വർഗരാജ്യാവകാശമാക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുന്നുമില്ല. പക്ഷെ കഴിക്കുന്ന ഒത്തിരി ബന്ധുക്കോസ്തുകാരെ എനിക്കറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, ഞാൻ ഈ ഉള്ള സർക്കിളിൽ തന്നെ ഒരു 5-6 പേരെങ്കിലും എനിക്ക് അറിയാം കഴിക്കുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, പിന്നെ അത് കോട്ട മേടിക്കുന്ന ഞങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഒരു ആനുകൂല്യമാണ്, അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതൊക്കെ വലിയ പ്രശ്നങ്ങളാക്കി ഇവരിങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ഇതിനൊക്കെ ഒരു രീതിയിലും എതിർത്തുകൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് ഇവരോട് ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് അങ്ങനെ വന്നതല്ല കേട്ടോ, അങ്ങനെ ഒരു ഇതിൽ വന്നതല്ല. പക്ഷെ ഇവര് പറയുന്ന ഈ കള്ളത്തരങ്ങൾ, ഇതിൽ എന്തെല്ലാം കള്ളത്തരങ്ങളുണ്ട്. ഇവര് ശുശ്രൂഷയില് ദൈവവചനത്തിൽ ഇവര് പ്രസംഗിക്കുന്നതിലുള്ള അതിലുള്ളത്. ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാല് ഇതാണ് ഞാൻ കണ്ടുപിടിക്കുക മെയിനായിട്ട്. പിന്നീട് എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നത്,
അപ്പൊ ഇവര് ശുശ്രൂഷിക്കുന്ന ഒരേ കാര്യങ്ങൾ, ഒരേ അതായത് ഇത്രയും ഉപദേശങ്ങൾ. ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഈ പറയുന്ന വിശുദ്ധിയിൽ ഇതിനകത്തൊക്കെ എന്താണെന്നൊക്കെ ഒരു അറിയാനൊരു താല്പര്യം, പിന്നെ അങ്ങനെ ഒരു അന്വേഷണമായിരുന്നു പിന്നീട്. അതെ അതെ, തീർച്ചയായിട്ടും. ആ. അപ്പൊ ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോ എന്നുള്ളതിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. അങ്ങനെ പോയാണ് നമ്മൾ കുറെ സത്യങ്ങൾ മനസ്സിലാക്കി. മുഴുവൻ സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇവരുടെ ഡോക്ടറിൻ ഈ ഒരു എന്താ പറയാ, മറ്റുള്ളവരെ ഒന്ന് പെട്ടെന്ന് ഒന്ന് സുഖിപ്പിച്ച് അല്ലെ ഒന്ന് പതപ്പിച്ചെടുത്ത് ഉള്ള ഒരു സുവിശേഷമാണ് ഇവർ ഈ പറയുന്നത്. ഇവരുടെ ഡോക്ടറിൻ അതാണ്. ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ പറയുന്നതെന്ന് വെച്ചാല് ഇവരൊരു ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ ഇതിൽ ഉപയോഗിക്കുന്നത് ശരിക്കും. അല്ലാണ്ട് ഇവരുടെ ഉപദേശങ്ങളോ മറ്റുള്ള കാര്യത്തിലൊന്നും ഒരിക്കലും സ്ഥിരതയില്ല ഇവർക്ക്. ഒരേ കാര്യം തന്നെ 2 തവണ പറയുമ്പോൾ 2 അഭിപ്രായത്തിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പാസ്റ്ററൊക്കെ വലിയ ഉപദേശമൊന്നും ഉപദേശിക്കാറില്ല. എവിടെയായാലും കിടന്ന് ദാവീദിനെയോ യോസഫിനെയോ മോശേനെ അബ്രഹാമിനെ എടുത്ത് പ്രസംഗിച്ചങ്ങ് പോവുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങളൊന്നും വലിയ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നിന്നെ രക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞുള്ള എന്തെങ്കിലും മെസ്സേജ് ഒക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നു. അതെ, അത്രേ ഉള്ളൂ. ഒരു എന്താ പറയുന്ന ഒരു ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അതും ആ ഇടയ്ക്ക് എൻ്റെ മദർ മരിച്ചു. മദർ മരിച്ചു കഴിഞ്ഞപ്പം നമുക്ക് പെന്തക്കോസ്തിലാണല്ലോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പള്ളിയിലേക്ക് നമ്മൾ പിന്നെ കയറ്റുമൊന്നുമില്ല. പള്ളിയിലൊക്കെ നമ്മുടെ പേര് വെട്ടിപ്പോയി. അപ്പൊ ഇവിടെ തന്നെയുള്ള ഒരു ശ്മശാനമുണ്ട്. കേട്ടിട്ടുണ്ടാവും, പുത്തൻകുരിശിലുള്ള ഒരു ശ്മശാനമുണ്ട്. ഒരു കുന്നിന്റെ മുകളില് കുറുക്കൻ പോലും എത്തി നോക്കാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ അതെ, ഒത്തിരി ഇതുണ്ട്. വലിയ വലിയ ആൾക്കാരുടെയൊക്കെ സെമിത്തേരിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കൊണ്ട് എൻ്റെ അമ്മേനെ അടക്കിയിട്ട് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവം അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എവിടെയായാലും നമ്മളെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഓർമ്മ, അവരെ പിന്നെ നമ്മളൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കുഴിമാടം നമുക്ക് പിന്നീടൊന്ന് സന്ദർശിക്കാൻ പറ്റുക. ഓർത്തഡോക്സിലൊക്കെ കത്തോലിക്ക സഭയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് അവരുടെ കുഴിമാടത്തിൽ കൊണ്ട് ഒരു പൂ വെക്കുക, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു പ്രത്യേകിച്ചും അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ദീപ്തമായ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മയ്ക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് അമ്മയുടെ ബോഡി ആ ഷെല്ലിലേക്ക് വെച്ചു തിരിഞ്ഞു പോകുന്നു. അവിടെ വലിയൊരു ഗേറ്റ് അത് പൂട്ടി നമ്മളിത് പോകുന്നു. അതിനുശേഷം ഒന്ന് തിരിഞ്ഞു നിൽക്കുവാനോ ഒന്ന് പ്രാർത്ഥിക്കാൻ വചനം പറയുന്നില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പം പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അവരെ ഓർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവരുടെ ഫോട്ടോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ തെറ്റായ പഠിപ്പീര്. അതായത് വെറും ഒരു പട്ടി ചത്തു കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ട കുഴിച്ചിടും നമ്മൾ, ഒരു മാന്യതയും കൊടുക്കാണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പെന്തക്കോസ്ത് സഭയില് ആ ഒരു ശവശരീരം കൊണ്ട് അങ്ങ് വെച്ചു. അതിനെ പിന്നെ യാതൊരു മൈൻഡും ഇല്ല. എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ശരീരത്തിന് വേണ്ടിയിട്ടോ ഒരു രീതിയിലുള്ള നമ്മളുടെ ഒരു മെമ്മറി നമ്മളെ ഓർക്കാൻ പോലും അവർ സമ്മതിക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തെറ്റാണെന്ന് അവർ പഠിപ്പിക്കുകയല്ല. ഇതൊക്കെ ഞാൻ ആലോചിച്ചു. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ട് തോന്നിയ ഒരു കാര്യം അതെന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ പുനർവിചിന്തനം ചെയ്യാൻ പഠിപ്പിച്ചു. ഇവര് സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തില് നമ്മുടെ ആത്മാവും അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ ഉദ്ദേശിച്ചതെങ്കിലും, പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെഡ് ബോഡിക്ക് കിട്ടേണ്ട ഒരു ആദരവ് അതിനെ പിന്നെ നമ്മുടെ മക്കളായാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുമോ, നമ്മളെ അത് ചെയ്യുമോ, നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിലാണ് നമ്മൾ മരിച്ചെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു കുർബാന ചെല്ലിക്കുക, ഒരു പള്ളിയിൽ ഒരു അനീത കുർബാന ചെല്ലുകയോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ, മരിച്ചവരുടെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഇത് ചെയ്യുകയോ, ഇതൊക്കെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പെന്തക്കോസ്തിലാണെങ്കിൽ ആ ഒരു അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാനേ കഴിയില്ല. നമ്മളെ കുഴിച്ചിട്ട് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കാൻ പോലും
നമുക്ക് കിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം, സെന്റിമെന്റലാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അത് മരിച്ചവര് മരിച്ചു എന്നുള്ള പുത്തൻകുരിശൊക്കെ പക്ഷെ ആണെങ്കിൽ അതല്ല. നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാനേ പറ്റൂല, നമുക്ക് ഒറ്റയ്ക്കൊന്നും അങ്ങോട്ട് കയറി പോകാനും പറ്റാത്ത അവസ്ഥയുള്ള സ്ഥലമാണ്. ഇല്ലില്ല, പോകാൻ പറ്റില്ല അങ്ങോട്ട്. അങ്ങനെ ഒരു സ്ഥലമാണത്, അവിടെ ഒന്നും പോകാനേ പറ്റില്ല. ഇതൊക്കെ തന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുർബാനയിലൊക്കെ എല്ലാ കുർബാനയിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുന്ന കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലാൻ, നമ്മൾ പാപത്തിലാണ് മരിച്ചെങ്കിൽ നമ്മൾ മാമോദിസ വഴി നമ്മൾ മരിച്ചവർന്നും അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ വാങ്ങിപ്പോയർന്നാ നമ്മൾ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും വാങ്ങിപ്പോയത്. അത് നമ്മളിത് വിട്ടുപോയിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ട് തന്നെ നമ്മൾ ചെല്ലേണ്ടവരാണ്. അപ്പൊ നമ്മൾ അവരെ ഓർക്കുന്നതിലോ അവർക്ക് വേണ്ടിയിട്ട് കുർബാന ചെല്ലുന്നതിലോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലോ ഒന്നും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ഇവര് തെറ്റായ രീതിയിൽ അവര് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മാതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിലും ഈ ഒരു തിയോളജി ആണോ? അതല്ലാതെ പെന്തക്കോസിന്റെ, ഇപ്പൊ പെന്തക്കോസിലെ ചില ആളുകളുടെ സ്വഭാവ സവിശേഷതകളുണ്ട്, അതേപോലെ ഈ പറയുന്ന മാതാവുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട ആ രീതിയെ പറ്റി ചിന്തിച്ചതുണ്ട്. തന്നെയല്ല, പെന്തക്കോസുകാരുടെ ഭാഷയിൽ പറഞ്ഞ ആദ്യ സ്നേഹം ഇല്ലാത്ത, ആദ്യം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്നേഹം പിന്നീട് അവരിൽ നിന്ന് ഉണ്ടായില്ല, പിന്നെ എല്ലാത്തിനും ആരോപണമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാണ് ഇത് പെന്തക്കോസിൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് ശരിയല്ല, ഇനി ഇവിടെ നിന്ന് വിടണം, ഇത് അങ്ങനെ മാറാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇത് വീണ്ടും ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം നമ്മളെ ഇവര് എന്താ പറയാ, നമ്മളുടെ ചിന്തിപ്പിക്കുന്നത് നമ്മളുടെ പൈസ, നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ്, ഞാൻ പറഞ്ഞില്ല ഒരു ബിസിനസ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞ ആ രീതിയിൽ എങ്ങനെ ഇവര് പൈസ എടുക്കാം, പൈസ മേടിക്കാം. ഏത് മാസ്റ്റർമാർ വന്നാലും ഞാനൊക്കെ അയച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഞാൻ കൊടുത്തുകൊണ്ട് പറയല്ല, നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഓരോരുത്തർക്കും പലരും പല വിഷമങ്ങളും പറഞ്ഞു വരാറുണ്ട്. ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കാം, ചില മാസ്റ്റർമാർക്ക് എന്താ പറയുന്നത്, അവർക്ക് ജീവിക്കാനോ ഒക്കെ വാടക കൊടുക്കാനോ ഒത്തില്ല, പലരും വരാറുണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പോഴും വരാറുണ്ട്, ഇപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട്. അത് വേറൊരു മാനസിക പരിഗണനയിൽ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് പോലും നമ്മളോട് ആ സ്നേഹം നമ്മളോട് കാണിക്കാണ്ട് അവര് സ്വന്തമായിട്ട് നമ്മളെ തള്ളി പറയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് വീണ്ടും പല കാര്യത്തില് ഇവരുടെ ഡോക്ടറിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഞങ്ങളുടെ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു, പുള്ളിയായിട്ട് ഞാൻ ചർച്ച ചെയ്തു ഈ കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങൾ തെറ്റില്ലേ നിങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ചും നമ്മളെ കൂതാശകളിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ കൂടുതൽ ഈ നമ്മുടെ സഭയോട് അടുക്കാനുള്ള ഒരു ഏജിയുമായി ബന്ധപ്പെട്ട ചർച്ചിലെ പാസ്റ്ററോട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തോ ഏജിയുമായി ബന്ധപ്പെട്ട ആ പാസ്റ്റർ തന്നെയല്ലേ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ? അതെ അതെ. അപ്പൊ പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ഒന്നുമില്ല അവിടെ? ചർച്ചിൽ ട്രാൻസ്ഫർ ഇല്ലാത്ത ചർച്ചാണോ? ഇല്ല, അതൊരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് അതെ, അവര് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ അത് ഏജിക്ക് അങ്ങനെയുണ്ട്, ഏജിയുടെ ഒരു അഫിലിയേഷൻ ഉണ്ടാകും, എന്നിട്ട് അവിടെ എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കുക, സ്വന്തമായിട്ടൊരു സഭ. അതെ അതെ, അങ്ങനെയായിരുന്നു. പുള്ളി ഒരിക്കലും അത് കൈമാറില്ല. പുള്ളി അത് പൂർണ്ണമായിട്ട് കൈമാറാൻ പുള്ളി ഉദ്ദേശിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കറിയാം അത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. ചിലപ്പം പുതിയൊരു വിലക്കായിട്ട് ആണോ പുള്ളിനെ കൊണ്ടുപോകുന്നെങ്കിൽ പുള്ളി പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ഇവിടെ പുള്ളി സേഫ് സോണിൽ ഇരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇവിടെ. ആവശ്യത്തിന് വരുമാനങ്ങളും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പിന്നെ അത് വിട്ട് മാറാൻ പുള്ളി താല്പര്യപ്പെടുകയില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പല കാര്യങ്ങളും ഞാൻ ഉന്നയിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിച്ചപ്പം പലതിനും മറുപടിയില്ല. അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാം. അപ്പൊ വേറെ ചില ദൈവദാസന്മാരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്തൊരു ദൈവദാസനുണ്ട്, പുള്ളി ഒരു പാസ്റ്ററാണ്, അതും ഇതൊരു സ്വതന്ത്ര സഭയാണ്. അപ്പൊ പുള്ളിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ഇതിന്റെ കുറെ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പുള്ളി വെളിപ്പെടുത്തി തരാൻ ഒരു പാസ്റ്ററാന്ന് പറഞ്ഞു. പുള്ളി ആദ്യം പറഞ്ഞത് ഈ അന്യഭാഷ, ആവരണവർജനം, ശിശുസ്നാനം, ഇങ്ങനെയുള്ള ഔദാശികമുള്ള പല കാര്യം പുള്ളി പറയുന്ന ഇത് പെന്തക്കോസ്തുകാർ ചെയ്യുന്ന തെറ്റാണ്. പുള്ളി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക.
അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇതൊക്കെ പാസ്റ്റർ പറഞ്ഞതൊന്നുമല്ല. പുള്ളി സ്വന്തമായിട്ട് അങ്ങനെ ഒരു മിനിസ്റ്ററി നടത്തുന്നുണ്ട്, അതാ രസം. അത് ശരി. പലരും എനിക്ക് തോന്നുന്ന പലരും ഇതൊക്കെ പെന്തിക്കോസ്ത് പെന്തക്കോസുകാർ ചെയ്യുന്നത് പോകാനത് തെറ്റാണെന്ന് പറഞ്ഞ് കാരണമാകുന്നു. ചെയ്യുന്ന പാസ്റ്ററോ? ഇതൊക്കെ പെന്തക്കോസുകാർ പറയുന്നത് അതന്നെ തെറ്റാണ്. പെന്തിക്കോസ്ത് തന്നെ ഉള്ളത്. അത് ശരി. അതൊരു പുതിയ അദ്ദേഹം പണ്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പില്, ഈ കത്തോലിക്ക കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് പെന്തിക്കോസ്തുകാർ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു പോയ ഒരാളാണ് അദ്ദേഹം. ഓക്കെ ഓക്കെ. അദ്ദേഹം ഇവിടെ പാർത്തിലേക്കൽ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് പുള്ളിയുടെ വീട്. പുള്ളിയുടെ കുടുംബമൊക്കെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന. പുള്ളി എന്തുകൊണ്ട് മാറാതിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ പാസ്റ്റർ ഉടനെ പുള്ളി ഒരു നോട്ടീസ് അല്ല, ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് എല്ലാ കുടുംബ ആ സഭയിലുള്ള പ്രായപൂർത്തിയായവർക്കെല്ലാം ഈ ക്വസ്റ്റ്യനെയർ കൊടുത്തു. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഒരു മാസ്റ്ററായിട്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഏതൊക്കെ വിഷയത്തിലാണ് ഇനി ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ഒരു 10-20 ചോദ്യം ഫീഡ്ബാക്ക് ഫോം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. എനിക്ക് കിട്ടിയത്, ഞാനെടുത്ത് എല്ലാത്തിനും കൂടെ എൻ്റെ ഒരു 10-20 പേജ് മറുപടി ഉണ്ടായിരുന്നു. ഞാനിതെല്ലാം കെട്ടി പുള്ളിക്ക് അങ്ങ് സമർപ്പിച്ചു. പുള്ളി അത് കണ്ടപ്പം തന്നെ പുള്ളിക്ക് അത് ഭ്രാന്ത് പിടി. എന്നെ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലായി. പുള്ളി അത് വായിച്ചു നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനെല്ലാം കാര്യകാരണം സഹിതം, ബൈബിളിലെ വാക്യങ്ങളെല്ലാം സഹിതം ഞാൻ ചില കാര്യങ്ങൾ അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പെന്തക്കോസ്തുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് നമ്മൾ ഈ ക്ലബ് ഹൗസിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് അടിമകളായി പോയൊരു പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് ആ ഒരു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സംഭവിച്ചു കഴിഞ്ഞപ്പം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഇതിലായി. പുള്ളി പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, എന്നെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മളിവിടെ വെച്ച് പിരിയുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടൊക്കെ പറഞ്ഞു, നമ്മൾ ഇന്നപോലെ ഇസ്രായേലിൽ നിൽക്കാൻ പറ്റില്ല, നമുക്ക് അത് മാത്രമല്ല പെന്തക്കോസ്ത് സഭയിൽ നിൽക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഡോക്ടറിനെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും കൗദാശികമായിട്ടുള്ള കാര്യങ്ങൾ. ഇവരുടെ ഡോക്ടറിന് ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി, ബൈബിള് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ബൈബിള് പഠിക്കുന്ന പോലെയാണോ നിങ്ങൾ ഇവര് പഠിപ്പിക്കുന്നത്, ഇവരുടെ പഠിപ്പിക്കുന്ന രീതി കൊണ്ടുള്ള തെറ്റ്, ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയാൻ നമുക്ക് 1000 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മളിപ്പോ ഇന്നല്ല ഇവിടെ നേരം വിളക്കോളം സംസാരിച്ചാൽ പോലും തീരില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഉപദേശപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ തെറ്റായുള്ള കാര്യങ്ങൾ എന്തോരം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലുള്ള പെന്തക്കോസ്ത് സഭകള് ഈ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ തെറ്റായ ഉപദേശങ്ങൾ, അതായത് ബൈബിളില് ഉള്ളതിനെ അതിൽ മായം കലർത്തിക്കൊണ്ട്, അതായത് തെറ്റായ ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ട് ജനങ്ങളെ ഇല്ലാത്തതിനെ ഉള്ളതാക്കുന്നുണ്ട്, ഉള്ളതിനെ ഇല്ലാതാക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവര് ഒരു പേടിപ്പിക്കുന്ന സുവിശേഷം, ഗോസ്പൽ ഓഫ് ഫിയർ, അതാണ് ഇവര് തരുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നത്. കാരണം പേടിപ്പിച്ച് ആൾക്കാർ നിർത്തുക, ആ രീതിയിലുള്ള സുവിശേഷത്തിനെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുവരിക. പ്രത്യേകിച്ചും കർത്താവിന്റെ 2ാം വരവിനെ പറ്റി അവര് പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പീരുകൾ, മറ്റുള്ള രീതിയിൽ നിത്യനരകത്തെ കുറിച്ചുള്ള പഠിപ്പീരുകൾ, നമുക്ക് കിട്ടിയ രക്ഷ അതൊരു യൂണിവേഴ്സൽ ആണെന്ന് ഇവർ അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലായിട്ട് ഇന്ന് ആരാണ്ട് ക്ലബ് ഹൗസിൽ ആരോ ഒരാള് ഇങ്ങനെ പറയണ്ടായിരുന്നു, അതായത് ദൈവത്തിന്റെ നന്മകളെക്കാളും പിശാചിന്റെ തിന്മകളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത്, അതായത് പേടിപ്പിക്കാൻ വേണ്ടി. അതെ, തീർച്ചയായിട്ടും ജനങ്ങളെ പേടിപ്പിക്കുക, പിശാചിനെ കാട്ടി പേടിപ്പിക്കുക, നരകത്തെ കാട്ടി പേടിപ്പിക്കുക, കർത്താവിന്റെ 2ാം വരവ്, ഇനിയൊരു വരവിനെ കുറിച്ച് അത് കർത്താവിനെയും കാട്ടി പേടിപ്പിക്കുന്നുണ്ട്, കർത്താവിനെയും കാട്ടി പേടിപ്പിക്കുന്നുണ്ട്, കർത്താവ് വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും ഒരുക്കും. എല്ലാ രീതിയിലും ഒരു ഭയത്തിന്റെ സുവിശേഷം
ആ സുവിശേഷം ആൾക്കാരുടെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റി അവരെ അടിമകളാക്കി വെക്കുക. ഒരു കാലത്തും അവർ ഇതിൽ നിന്ന് മോചനം കിട്ടരുത്. ഇവര് പഠിപ്പിക്കുന്ന രീതി. നിങ്ങൾ ബൈബിൾ സ്വന്തമായിട്ട്, ഞാൻ പറയുന്ന പലരും ഇപ്പൊ ഞാൻ പോകുന്ന ശേഷം 1-2 കുടുംബം കൂടെ അന്ന് പോയി, ഒരു സഭയിലേക്ക് മാറിപ്പോയി. ഞാൻ ഇവരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ബൈബിൾ സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കും. നമ്മുടെ പാസ്റ്റർ പഠിപ്പിക്കുന്നതല്ല പഠിപ്പിക്കല്, നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്ക്. അതുപോലെ തന്നെ സത്യവേദ പുസ്തകം മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തെല്ലാം മറ്റ് ബൈബിളുകൾ, ഇംഗ്ലീഷ് ബൈബിളുണ്ട്, മലയാളത്തിൽ തന്നെ ധാരാളം വിവർത്തനങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, ഇവർ പഠിപ്പിക്കുന്ന രീതിയിലാണോ കാര്യങ്ങളുള്ളത്? ഈ മാമോദിസയെ കുറിച്ചായാലും മറ്റുള്ള ഏത് കാര്യങ്ങളും, ഉപദേശപരമായിട്ടുള്ള ഏത് കാര്യങ്ങളും എടുത്തു നോക്കി, അതിലെല്ലാം ഇവർ പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഉള്ള നമ്മളുടെ അപ്പോസ്തലിക സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് കത്തോലിക്ക സഭയായാലും ഓർത്തഡോക്സ് സഭകളായാലും നമ്മുടെ അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭകളാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് നമ്മൾ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് ഈ അവരായിട്ട് പിരിഞ്ഞു കഴിഞ്ഞ ശേഷം ഇത് അവിടെയുള്ള വിശ്വാസികളോട് പറഞ്ഞ് എങ്ങനെയാണ് കത്തോലിക്ക സഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യം? അവിടെ വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് കത്തോലിക്ക സഭ നിങ്ങളെ സ്വീകരിച്ചത്? ഞാൻ കത്തോലിക്ക സഭയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യാക്കോബായ സഭയിലേക്ക് പോകാതെ കത്തോലിക്ക സഭയിലേക്ക് വരാനുള്ള കാരണം, യാക്കോബായ സഭയിലേക്ക് വരുമ്പം നമ്മൾ ഈ ഓർത്തഡോക്സുകാരെ അങ്ങോട്ട് കയറുമെന്നുള്ള പേടി അവർക്കുണ്ട്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവർ പെട്ടെന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എൻ്റെ അനിയൻ യാക്കോബായ സഭയിലെ ഒരു അച്ഛനുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ഈ പെരുമ്പാവൂർ തന്നെയുള്ള. അദ്ദേഹം ഈ കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും കൂടെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു, അത് വേണ്ട അച്ഛൻ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എൻ്റെ ഭാര്യ കത്തോലിക്ക വിശ്വാസത്തിലുള്ളതാണ്, എൻ്റെ മകൻ കിട്ടിയേക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിലുള്ള കുട്ടിയാണ്. അവരെല്ലാം ഒരു കത്തോലിക്ക വിശ്വാസമുള്ളതായതുകൊണ്ട് ഞാൻ നേരെ കത്തോലിക്ക ഇതിലേക്ക് പോവാം. അത് എനിക്കൊരു പ്രശ്നമായിട്ട് പോകുന്നില്ല. അപ്പൊ അവരും നമ്മുടെ കുടുംബക്കാർ തന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ അപ്പോസ്തലിക സഭയിലാണല്ലോ നിൽക്കുന്നത്, അപ്പം അത് സുറിയാനി സഭയിലേക്ക് പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അപ്പൊ ചേട്ടൻ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ കത്തോലിക്ക അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് നേരെ അച്ഛനെ കണ്ട് അവിടുത്തെ ട്രസ്റ്റിയെ കണ്ടു. ഇവർ രണ്ടുപേരെയും കണ്ട് ഞാൻ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് തന്നു, എന്ത് ചെയ്യണമെന്നുള്ളത്. അവരതിന് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ മേടിച്ചു. അവർ പള്ളിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു മുദ്ര പേപ്പർ പോലെ ഒരു പേപ്പറിൽ തയ്യാറാക്കും, അതിൻ്റെ അപേക്ഷയൊക്കെ തയ്യാറാക്കി നമുക്ക്. ഇപ്പം ഞങ്ങൾ ഉള്ളത് എറണാകുളം അങ്കമാലി രൂപതയാണ്, നമ്മുടെ എറണാകുളത്തുള്ള. അവിടെ രൂപതയിൽ പോയിട്ട് മെത്രാന്റെ ഓഫീസിൽ, ബിഷപ്പ് ഓഫീസിൽ ചെല്ലുക. ബിഷപ്പ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബിഷപ്പിന് ചാൻസലർമാരുണ്ട്, ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും ഉണ്ട്. ഇപ്പം രൂപത കച്ചേരി എന്നാണ് അതിന് പറയുന്നത്. ഈ കച്ചേരിയിൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മിക്കവാറും നമ്മൾ അന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അന്ന് തന്നെ അവർ ഇന്റർവ്യൂവിന് വിളിക്കും. അവിടെ തന്നെ വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ചിലരൊക്കെ ഈ ഒളിച്ചു വെച്ച് ചെയ്യാറുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര വർഷം ഞാൻ കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ പെന്തക്കോസ്ത് ഇതിലേക്ക് ഞാൻ പോയിരുന്നു, അപ്പോൾ അത് എൻ്റെ ഒരു തെറ്റായിപ്പോയി, അത് നമുക്കൊരു വലിയൊരു കുറ്റം ആയിട്ട് തന്നെ ഞാൻ അത് അംഗീകരിക്കുന്നു, അതിന് ഞാൻ മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുമ്പിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പം അവര് ബാക്കി നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ ഈ സാക്രമെന്റലായിട്ട് നടത്താതിരുന്ന ചില കാര്യങ്ങളുണ്ട്, അപ്പം അത് ഒന്ന് റെക്ടിഫൈ ചെയ്യണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ആവശ്യമുണ്ടായിട്ടില്ല, എനിക്ക് വൈഫിനും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ മക്കളുടെ കാര്യത്തിൽ അവര് ഒന്നുകൂടെ ഈ മാര്യേജ് പള്ളിയിൽ വെച്ച് അവരിനി വരുന്ന സമയത്ത് ഈ ഡിസംബറിൽ വരും, ആ സമയത്ത് കാര്യങ്ങൾ നടന്നു പോകും. അത് ഇപ്പൊ അങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ച് മടങ്ങി വന്നിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം മകൻ കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ ഔദാശികമായ കാര്യങ്ങൾ കൂടെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ, ഇനിയിപ്പോ സാമൂഹിക വിഷയങ്ങളിലെല്ലാം നമുക്ക് ഒരു പേടിയില്ലാതെ ഇടപെടുന്നതിന് ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായി ഞാനിവിടെ, തീർച്ചയായിട്ടും ഞാൻ ഇതിൽ പോകുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗ്ലോറി ഓഫ് ഗോസ്പൽ അതെന്നെ എങ്ങനെ സ്വാധീനിച്ചു, അതുകൂടെ നമുക്ക്
പറയാതെ ആ മുമ്പോട്ട് അതെ, പോകാൻ ഞാൻ പറ്റില്ല. പറയുന്നത് ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇതിനകത്ത് റോഡ് വന്നതെന്ന് അറിയാൻ കൊള്ളായിരുന്നു. റോയ്സ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു 3 വർഷം 4 വർഷമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഷിബിച്ചാന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ്. അപ്പം എൻ്റെ ഒരു പരിധിവരെ എൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കിട്ടിയതും ഷിബിച്ചാന്റെ ഈ വീഡിയോകളിലൂടെയാണ്. യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയും കഴിഞ്ഞു പോയ വീഡിയോകളൊക്കെ ഞാൻ കണ്ട് കംപ്ലീറ്റ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് ഇതിന്റെ സത്യം, ഇതിന്റെ പൊരുൾ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ എൻ്റെ തിരിച്ചുവരവിന് നന്ദി പറയുന്നത് ഞാൻ ഗ്ലോറിയസ് ഹോസ്പിറ്റലിനോടായിരിക്കും, ഷിബിച്ചായനോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 1.5 വർഷം മുമ്പ് ക്ലബ് ഹൗസ് തുടങ്ങി കഴിഞ്ഞപ്പം അദ്ദേഹമായിട്ട് പലതവണയും നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ബൈബിൾ എങ്ങനെ വായിക്കണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നും ശരിയായ ഒരു ദിശ നമുക്ക് കാണിച്ചു തന്നത് ഷിബിച്ചായനാണ്. ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ കൂടെ നമ്മളത് ഇന്ന് അതായത് സംശയം കൂടാതെ അപ്പോസ്തോലിക സഭയിൽ നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഷിബിച്ചാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോസ്തോലിക സഭയിൽ തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പൊ പലരും തെറ്റായ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ടല്ലോ. പുറമേയുള്ള ആൾക്കാര് ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് തെറ്റായ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം ഞാനത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഷിബിച്ചാൻ ഒരു യാക്കോബായക്കാരനാണ്. പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് കത്തോലിക്ക സഭയിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ഷിബിച്ചാനൊന്നും നേട്ടം ഗ്ലോറിയസ് ഹോസ്പിറ്റലിന് ഒരു നേട്ടമില്ല. ഞാൻ വന്നുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം അവർക്കുണ്ട്? ഒന്നുമില്ല. നമ്മളെ ഒരു സുറിയാനി സഭയിൽ നിന്ന് പോയ ഒരാളെന്ന നിലയ്ക്ക് ആ മാതൃസഭയിലേക്ക് നമ്മളെ തിരിച്ചു പോകുക. അത് കത്തോലിക്ക സഭയായാലും യാക്കോബി സഭയായാലും മർത്തോമ സഭയായാലും ആ സഭയിലേക്ക് തിരിച്ചു പോവുക നിങ്ങൾ. അതെ, അത് തന്നെയാണ് ഗ്ലോറിയസ് ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അവരവരുടെ സഭകൾ, അവരവരുടെ മാതൃസഭകളിലേക്ക് പോകുക എന്നുള്ളതുള്ളൂ. അല്ലാണ്ട് നമ്മളിവിടെ മെമ്പർഷിപ്പ് കൊടുക്കുക, പിരിവെടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് തന്നെ സുറിയാനി സഭ, ഈ പെന്തക്കോസിൽ അകപ്പെട്ടിരിക്കുന്ന സുറിയാനിക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നോ അവിടേക്ക് മടക്കി വിടുക എന്നുള്ളത് തന്നെയാണ് ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ നയം. എനിക്ക് ജോസഫ് അച്ചാൻ ഒരുപാട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ കിട്ടുന്നത്, അതായത് ജോസഫ് അച്ചാന്റെ പെന്തക്കോസ് ജീവിതത്തിൽ മറക്കാനാകാത്തതും അല്ലെങ്കിൽ നല്ല കാര്യവുമായാലും, നല്ല കാര്യവും പറയണമെങ്കിൽ പറയാട്ടോ, നല്ല കാര്യമായിട്ടായാലും അല്ലെങ്കിൽ ഏറ്റവും മനസ്സിനെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ഇത് ഇന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും തിക്തനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ സാമൂഹിക പ്രവർത്തനമുണ്ട്, പാസ്റ്ററായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു സൗന്ദര്യപ്പിണക്കമാണോ, അതോ തിയോളജിയുടെ വിഷയമാണോ, അതോ എന്തെങ്കിലും തിക്തനുഭവം ജോസഫ് ചാന്റെ മനസ്സിൽ പെന്തക്കോസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവം ഏതായിരിക്കും? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. കുറച്ച് നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടിയെന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഞാൻ മറച്ചു വെക്കുന്നത്. അത് എന്താ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. കുറച്ച് നല്ല സുഹൃത്തുക്കളും നല്ല മനുഷ്യരെയും വ്യക്തിപരമായി മാനസികമായിട്ടുള്ള അതിപ്പോ എനിക്കുമുണ്ട് സൗഹാർദ്ദങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാർ അച്ചായൻ പറഞ്ഞ കുറെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വ്യക്തിപരമായി ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ അവരൊക്കെ അവരുടെ പെന്തക്കോസ് രീതിയിൽ നോക്കുമ്പോൾ അവരൊക്കെ വളരെ മാന്യമായിട്ട് അവരറിയുന്ന സത്യത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നവരും വളരെ സമൂഹത്തിൽ മാന്യരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ എനിക്ക് അവരെ പറ്റി എനിക്ക് പരാതിയില്ല. ഫിനി ജോർജിനെ കണ്ട് കുറച്ച് നാളുകളായി, 1 വർഷത്തോളമായി ഞാൻ കണ്ടിട്ട്. ഞാൻ കുറെ വർഷങ്ങളായി പക്ഷെ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പണ്ടൊക്കെ പുള്ളി ഈ കൺവെൻഷൻ വേദിയിലൊക്കെ പാട്ട് പുള്ളിയുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടുന്നു. ICPFന്റെ ഒക്കെ മെയിൻ സ്റ്റാഫ് ആയിരുന്നു. അതെ അതെ, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു അടുത്ത റിലേഷൻ ഒക്കെ അങ്ങനെ ഒരു മിനിസ്ട്രി ഫാമിലിയാണ്, ഫുൾ മിനിസ്ട്രി ഫാമിലി. അപ്പൊ ഒരു സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാണ് അതിലൊരു നല്ല മെച്ചപ്പെട്ട. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പലതിനും എങ്ങനെ നമ്മളൊരു ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ പേരിട്ടിരിക്കുന്ന പോലെ ഒരു ടേണിംഗ് പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ടേണിംഗ് പോയിന്റ്, അതിലൂടെ നമ്മളെങ്ങനെ കടന്നു പോവുക. അപ്പം ഒരുപക്ഷെ ബൈബിളൊക്കെ വായിക്കാനൊക്കെ നമുക്ക് സാഹചര്യം കിട്ടിയത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കാം. കുറച്ചുകൂടെ എന്താണ് യഥാർത്ഥ ദൈവം ഏതാണെന്നുള്ള മനസ്സിലാക്കാനുള്ള, അതായത് ഇപ്പൊ അപ്പോസ്തോലിക സഭയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ പോലും ബൈബിൾ വായിച്ചിട്ടുള്ള ഒരു അറിവുള്ളതുകൊണ്ട് നമ്മൾ നിൽക്കുന്നതിനകത്ത് യാതൊരു സംശയം കൂടാതെ നമ്മളിപ്പോ വന്നിരിക്കുന്നു എന്ന് നമുക്കൊരു ഫീൽ ഒക്കെ ഉണ്ട്. അതെ അതെ, ഞാൻ ശരിക്കും ഞാൻ ബൈബിൾ അധികം വായിക്കാറില്ല. ഇപ്പം സത്യം പറഞ്ഞാല് ബൈബിൾ ഞാൻ അധികം വായിക്കാറില്ല. വളരെ കുറച്ച് മാത്രമേ ബൈബിൾ ഞാൻ വായിക്കാറുള്ളൂ. വല്ലതും സന്ധ്യാപ്രാർത്ഥന സമയത്ത്
വല്ല ഒരു പാരഗ്രാഫ് വായിക്കും. പിന്നെ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് ഞാൻ പോകും. പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ പോകും. പള്ളിയിൽ കുർബാനയിൽ തന്നെ ഒരു ലേഖനവും ഒരു സുവിശേഷത്തിന്റെ ഒരു ഭാഗവും നമുക്കുണ്ട്. നമുക്കത് മതി. ആ ഒരു കാര്യം മാത്രം മതി. കൂടുതൽ നമ്മൾ ഇതിലേക്കൊന്നും പോയിട്ട് നമ്മളെ തലമുണ്ടാക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ഒരേ വാക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ ഇതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ ഞാൻ ശിവചായം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. നമുക്ക് ഇപ്പം ഇവിടെ 10-20 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആധാരം നമ്മൾ എല്ലാ ദിവസവും എടുത്ത് രാവിലെ വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നമുക്കുണ്ട്. നമ്മൾ പിന്നെ അത് റീഡ് ചെയ്ത് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ അത് എടുത്ത് നമ്മൾ അവിടെ വെച്ചാൽ മതി. അത് അവിടെ ഉണ്ട്. അത് അത്രേ ഉള്ളൂ കാര്യം. വെറുതെ നമ്മൾ തലമുണ്ടാക്കി ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ അലമുറയുടെ യാതൊരു ആവശ്യമില്ല. അതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സഭാപിതാക്കന്മാരെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വെറുതെ തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതെ അതെ. പിന്നെ തിക്താനുഭവത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ദുഃഖകരമായ അനുഭവത്തിൽ നമ്മളത് പറയാതെ പോകാൻ വയ്യ. കാരണം എൻ്റെ മകന് സിംഗപ്പൂരിലേക്ക് പഠിക്കാൻ പോയ കാലഘട്ടത്തില് അവിടെ വെച്ച് ഞാനൊരു പാസ്റ്ററെ പരിചയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയൊക്കെ അവിടെ മാത്രമല്ല, ഏത് കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചെന്ന് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാര് അവരുടെ വല വിരിച്ചു അതിന്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവും. ഏത് അവിടെ തന്നെ ഉണ്ടാവും. വിദ്യാഭ്യാസ പിന്നീട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അപ്പൊ അത്തരം ഒരു ചതിക്കുഴിയിലേക്ക് ഇവൻ പോയി പെട്ടു എന്നുള്ളതാണ്, എൻ്റെ മകൻ പോയി പെട്ടു എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ ഒരു തിക്താനുഭവം. അവിടെ ചെന്ന് ഇവന്റെ 2 ക്രെഡിറ്റ് കാർഡ് ഇവനെ കൊണ്ടെടുപ്പിച്ചു. അത് എനിക്ക് ഹ്യൂജ് എമൗണ്ട്. അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അത് വലിയ എമൗണ്ട് ആയിട്ട് വരുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പൊ അന്നൊക്കെ ഒരു 50 രൂപ വരും സിംഗപ്പൂർ ഡോളറിനൊക്കെ. അപ്പൊ നമുക്കറിയാം ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ഇതെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ ഇതായില്ലേ, കാർഡായില്ലേ. അപ്പൊ ഒരു എത്രയും അതിന്റെ ഫിഗറൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 2 കാർഡ് എടുത്തു ഇവൻ. ഒന്ന് അദ്ദേഹത്തിനും കൊടുത്തു, ഒന്ന് ഇവനും കയ്യിൽ വെച്ചു. ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഇവരുടെ ആവശ്യങ്ങളൊക്കെ കാര്യങ്ങൾ ചെയ്യും. മറ്റേതെന്ന് വെച്ചാൽ പുള്ളി ഈ പാസ്റ്റർ എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്വന്തം കാര്യങ്ങൾ, ഈവൻ മൊബൈൽ റീചാർജ് വരെ പുള്ളി ചെയ്തിരുന്നത് ഈ കാർഡ് പിടിച്ചിട്ട്. ലാസ്റ്റ് അതിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മൊബൈൽ റീചാർജ്, വീട്ടിലേക്ക് പലവ്യഞ്ജനം വാങ്ങിച്ചത്, അത് ഉപയോഗിച്ച് പല പാസ്റ്റർമാരും നമ്മുടെ ഇവിടെ നിന്നൊക്കെ ചെല്ലുന്ന പാസ്റ്റർമാർക്ക് എയർ ടിക്കറ്റ്, അവർക്കുള്ള ടാക്സി ഫെയറുകൾ, ഇങ്ങനെയുള്ള എല്ലാം കൊടുത്തേക്കുന്ന ഈ ഇതിൽ നിന്നാണ്. ഇത് എന്ത് ചെയ്തു, ഒരു പരിധി കഴിഞ്ഞ് ഇത് തിരിച്ചടയ്ക്കാൻ വരുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഡ്യൂ ആയിട്ട് മാറി. അപ്പോൾ അത് എത്രയോ ലക്ഷം രൂപ, 10-30 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വന്നു. അതിന് പുറമെ അതിന്റെ ഇൻട്രസ്റ്റ് വേറെ. ആ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇവന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് സത്യം. വിശ്വസിച്ച് ക്രെഡിറ്റ് കാർഡ് ഏൽപ്പിച്ചതാണ്. പാസ്റ്റർ ക്രെഡിറ്റ് കാർഡ് ഏൽപ്പിച്ചു. അതെ, അദ്ദേഹത്തോട് പിന്നെ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈമാറി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് ലീഗലായിട്ട് ഉള്ള പ്രൊസീഡിങ്ങിൽ അവിടെ നമുക്ക് കൊടുക്കാനും പറ്റില്ല. കാരണം വെച്ചാല് കാർഡൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഇവനാണ്. കാർഡ് വേറെ ആൾക്ക് കൈമാറാൻ, കാർഡ് ഹോൾഡറിന്റെ പേരിലാണ് വിഷയം എന്തായാലും. അതെ അതെ, എല്ലാം അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. അപ്പം ഇത് കംപ്ലീറ്റ് തിരിച്ചടയ്ക്കേണ്ടി വന്നു. ഈ പണം മുഴുവൻ കണ്ടെത്തി തിരിച്ചടച്ച് ആ ഒരു നൂലാമാലയിൽ നിന്ന് അതിന്റെ പേരിൽ കേസ് കാര്യങ്ങളൊക്കെ അവിടെ വന്നപ്പോഴും നമ്മൾ കുറച്ച് തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം പരിഹാരം ഉണ്ടാക്കി. സാമ്പത്തികം നമുക്ക് പല രീതിയിലും, ഇപ്പൊ ഞാനാണെങ്കിൽ അന്ന് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് PF മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഫണ്ടൊക്കെ എടുത്ത് ഉപയോഗിച്ച് എല്ലാ കടങ്ങളൊക്കെ ബാധ്യതകളൊക്കെ തീർത്ത് അതിനെ രക്ഷിക്കേണ്ടി വന്നു അവിടെ. അതൊരു അതായത് 30 ലക്ഷം അതിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം അതില് ആ ഒരു ഇതില് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് കുഴപ്പമില്ല, അതിനും പ്രശ്നമില്ല. ഞാൻ അതിന് വലിയൊരു, പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന വലിയ പാഠങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങൾ മാത്രം ഉൾപ്പെടും. പലരും പറഞ്ഞ് കേസ് കൊടുക്കാം, നാട്ടിൽ കേസ് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതിലൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഈ പൈസ ഒന്നും തിരിച്ചു കിട്ടാനൊന്നും തോന്നുന്നു. വലിയൊരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് പോകുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യായുസിൽ അത്രയൊക്കെ എമൗണ്ട് ചിന്തിക്കാൻ പോലും കഴിയില്ലാത്ത, അതും വെറുതെ. പക്ഷെ ആ ആളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിശയകരമായിട്ട് തോന്നിയിരിക്കുന്നത്.
എന്ത് ചെയ്യാൻ, അതൊക്കെ മകനും പറയും, അവനും പറയും പോട്ടെ, അത് പോട്ടെ ഉറപ്പാ. ഞാൻ പറയുന്നത് ഓക്കെ, കുഴപ്പമില്ല, അത് പ്രശ്നമുള്ള കേസല്ല. ആ ദൈവം നമുക്ക് ഒത്തിരി വഴികൾ ദൈവം നമുക്ക് അപ്പൊ മകൻ അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് മാറിയ കാര്യമൊക്കെ ആളറിഞ്ഞ് സന്തോഷം, എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ? അവന് 2016 അവന് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് ഇപ്പൊ അവനൊരു കുട്ടിയുണ്ട്. അവൻ വിവാഹം കഴിച്ച് ഇവിടുന്ന് പോയിട്ട് ഒരു തവണയെ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കൊറോണ ആയിപ്പോയി. കൊറോണ സമയത്ത് അതും കത്തോലിക്ക സഭയിലാണോ കല്യാണം കഴിച്ചിരിക്കുന്നത് അതോ അത് ഓർത്തഡോക്സിൽ നിന്നാണ്. ആഹാ. ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നാണ്, നമ്മുടെ പുല്ലൂരുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയാണ്. ഓർത്തഡോക്സ് സഭയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. കഴിഞ്ഞ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാനും ഭാര്യയും അങ്ങോട്ട് പോയി, മക്കളെ കണ്ട്, അവരെ കണ്ടു. അവരിനി ഈ ക്രിസ്മസിന് ഇങ്ങോട്ട് വരുമ്പം അവരുടെയും കൂടെ ഇതിന്റെ ഒരുമിച്ച് തന്നെ ഈ സാക്രമെന്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കുടുംബം കത്തോലിക്ക സഭയിലേക്ക് വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പൊ വളരെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. അപ്പൊ ഇനി അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഒരു സാധാരണ ഒരു വിശ്വാസിയായ രീതിയിൽ വളർന്നു വന്ന ഒരു, പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ തിയോളജിയോ ഒന്നും ബൈബിളോ അങ്ങനെ വലിയ വിശ്വാസങ്ങളെ കുറിച്ച് അറിയാത്തൊരു വ്യക്തി പെട്ടെന്നൊരു തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ആ തീവ്രമായ വിശ്വാസത്തിലെ ഒരു വലിയ പ്രബോധകനും ഇങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിലും വചനങ്ങൾ പഠിക്കുകയും പാസ്റ്റർമാരായിട്ട് ആ വിഷയങ്ങളിലെല്ലാം വാദപ്രതിവാദങ്ങളെല്ലാം ചെയ്യുകയും ഇപ്പോ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരികയും ഇപ്പൊ ഇതിനകത്ത് സാമൂഹ്യപരമായും ആത്മീയപരമായ വിഷയങ്ങളും നമ്മൾ ഇതിനകത്ത് സംസാരിച്ചു. അപ്പൊ എന്താണ് ഗ്ലോറിയസ് ഗോസ്പലിൽ കേൾക്കുന്ന പെന്തക്കോസിൽ പെട്ട് കിടക്കുന്ന സുറിയാനി സഭയിലെ വിശ്വാസികൾ, അല്ലെങ്കിൽ സുറിയാനിക്കാരായിരുന്ന പെന്തക്കോസിലെ ആളുകളോട്, അല്ലെങ്കിൽ വേണ്ട പെന്തക്കോസിൽ പെട്ട് കിടക്കുന്ന ആ മക്കളോട് എന്താണ് ജോസഫ് അച്ചായന് ഒരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും അത് ജോസഫ് അച്ചാൻ പറയുക? അനുഭവത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും ഞാൻ സംക്ഷിപ്തമായിട്ട് ഞാൻ പറയുന്നത്, ഈ പെന്തക്കോസ്ത് സഭ എന്നുള്ളത് ഒരു കൾട്ട് ഗ്രൂപ്പാണ്, ഒരു സഭയല്ല. പെന്തക്കോസ്ത് നോട്ട് ചർച്ച്, ഒരു സഭയല്ല. നമ്മളതിൽ നിന്ന് നമുക്കത് മനസ്സിലായതാണ്. ഇതൊരു കൾട്ട് ഗ്രൂപ്പ് മാത്രമാണ്. അവിടെ ഇവിടെയും തട്ടിക്കൂട്ടുന്ന ഈ ഗ്രൂപ്പ്. നമുക്ക് കിട്ടുന്ന യഥാർത്ഥ സന്തോഷം നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ലിറ്ററജിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ സഭയിലുണ്ട്. പ്രത്യേകിച്ചും ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക സഭകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതുണ്ട്. പലരും ഇവര് തെറ്റി പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രലോഭനങ്ങളിൽ വീണു പോയിട്ട്, അതായത് പലരെയും ഇവരെ ചക്രവാക്ക് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ മനം മാറ്റിച്ച് ആ രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള അവരെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് തിരിച്ച് അവരുടെ മാതൃസഭയിലേക്ക് പോകുക, അതേ ഉള്ളൂ. അതിന് പ്രത്യേക ചെലവുകളൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള വഴികൾ ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ചും ഗ്ലോറിയസ് ഗോസ്പൽ പോലെയുള്ള സംഘടന എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പ്രസ്ഥാനം, ആ മൂവ്മെന്റ്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ രീതിയിലും അവരതിനെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഏത് രീതിയിലുള്ള സഹായം വേണോ ആ രീതിയിലുള്ള സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടും. ഒരിക്കലും ഈ കൾട്ട് പ്രസ്ഥാനങ്ങളിൽ പെട്ടുകിടക്കാതെ നമ്മളുടെ യഥാർത്ഥ സഭകളിലേക്ക്, മാതൃസഭകളിലേക്ക് മടങ്ങി വരിക, ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള സന്ദേശം. താങ്ക് യു. താങ്ക് യു ജോസഫ് അച്ചായ, നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പൊ അച്ചായന്റെ ഈ ഒരു അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതവുമായിട്ട് ഇതേപോലെ ഒരു ജോസഫ് ചാൻ, ഒരുപാട് ജോസഫ് ചാന്മാര് ഈ പെന്തക്കോസ്തിൽ ഇപ്പൊ പെട്ട് കിടക്കുന്നുണ്ടാവും. അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാനും ഈ അനുഭവങ്ങൾ അവരെയും ഈ സത്യത്തിലേക്ക് സ്വതന്ത്രരാക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പങ്കുവെച്ച ജോസഫ് അച്ചായനോട് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ടേണിംഗ് പോയിന്റിന്റെ പേരിലുള്ള നന്ദിയും കൂടി അറിയിക്കുകയാണ്. ഒത്തിരി നന്ദി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെന്തക്കോസ്തിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഓരോ ആഴ്ചയിലെയും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജോസഫ് ചാന്റെയും ഒരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ജോസഫ് ചാനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി
പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹം കടന്നുപോയ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കാര്യങ്ങളിൽ നിങ്ങളും ഈ വിഷയങ്ങളിൽ ചിന്തിക്കുക. പെന്തക്കോസ്ത് സമൂഹത്തിൽ പെട്ടുകിടക്കുന്ന, പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരു സഭയാണെന്നും ആത്മീയതയാണെന്നും യഥാർത്ഥമായ വിശ്വാസമാണെന്നൊക്കെ കരുതി പെട്ടുപോയി കിടക്കുന്ന ഈ പറയുന്ന പെന്തക്കോസ്തിലെ സുറിയാനിക്കാരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ തിരിച്ച് മടങ്ങി വരണം. നിങ്ങൾക്ക് അതിനു വേണ്ട എന്ത് ഹെൽപ്പും ഗ്ലോറിയസ് ഗോസ്പല് ആ വിഷയങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഈ സാക്ഷ്യവും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കളിലായിട്ട് ആരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പെന്തക്കോസ്തിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്യുക. ഇവരുടെ അനുഭവങ്ങളെല്ലാം അവർക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇനി അടുത്ത ദിവസങ്ങളിലും ടേണിംഗ് പോയിന്റ് എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പെന്തക്കോസ്തിൽ നിന്ന് മാതൃസഭയിലേക്ക് ഗ്ലോറിയസ് ഗോസ്പൽ മുഖാന്തരം മടങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കുകൊള്ളുകയും അത് അനേകർക്ക് പ്രയോജനമാവുന്ന രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ജോസഫ് ചാനും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി താങ്ക്സ് ജോസഫ് ചാ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ജോസഫ് ചാനും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി